കടയിൽ നിന്ന് വിത്ത് അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയെടുത്ത വിത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിത്താണിത്, കാണുന്നുണ്ടല്ലോ. അല്ല കൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ചീരയിൽ എങ്ങനെ നമുക്ക് ചീരയിൽ നിന്ന് എങ്ങനെ ചീര വിത്ത് ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വേങ്ങുന്ന പോലെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിൽ ചുറ്റന്നെ ഉണ്ടാക്കാം. അപ്പം അതിന് ചീര ഇത്ര പരുവാണോ വെച്ചത്, അങ്ങനെ നല്ല പൂവൊക്കെ വന്ന് ഇങ്ങനത്തെ ചീരയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ എടുത്തുള്ളത് ഒരു റെഡ് റോസ് വെറൈറ്റിയാണ് ചീരത്തെ. പൂവ് ഏകദേശം ഈ പരുവായാൽ വെട്ടിയെടുത്ത് ഉണക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട അടുത്തത്. ഇപ്പോൾ റെഡ് റോസിൻ്റെ പ്രത്യേകത വെച്ചാൽ ചുവപ്പ് തണ്ടും അല്ല റോസ് തണ്ടും ചുവപ്പ് ഇലയും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ അതിൻ്റെ വിത്താണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്ത് എടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചാക്ക് എടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിലായാലും മതി. അങ്ങനെ വെച്ചിട്ട് ഒരു ചീര ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അങ്ങനെ വെക്കുക, ഉണക്കുക. ഇപ്പോൾ ഈ പൂവ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച സ്റ്റേജാണ്. ഇത് ഉണങ്ങിയിട്ട് ഈ ഇതിനുള്ള വിത്ത് കൊയ്ച്ചിൽ തുടങ്ങും. അപ്പം അതിന് കുറച്ച് ദിവസം ഉണക്കണം. എത്ര ദിവസം ഉള്ളതൊക്കെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഫുൾ വീഡിയോ ആണിത്. ഇതുപോലത്തെ കണ്ടൻസൊക്കെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യലുണ്ട്. ഓക്കെ, അതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു ചീര ഉള്ളെങ്കിൽ നമുക്ക് ചെയ്യട്ടാ. കുറേ ചീര വേണമെന്നൊന്നും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചീര ഇങ്ങനെ ഇതുമാതിരി ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. നല്ല ഇത് ചെറിയൊരു പച്ച രീതിയിൽ തന്നെ എടുക്കണം നമ്മൾ. ഓവർ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ വിത്ത് ഇവിടെ തന്നെ വീണിട്ട് ഇവിടെ തന്നെ ചീര ഉണ്ടാവും. അപ്പോൾ അതിനല്ലാതെ നമ്മളിങ്ങനെ മാറ്റിയിട്ട് എടുത്തേക്കാനാണ് ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് നമുക്ക് എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ എടുത്ത് ഉണ്ടാക്കാം. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഉണങ്ങിയിട്ടുള്ള ദിവസത്തേക്ക് പോവാം. അപ്പോൾ ഏകദേശം നമ്മൾ ഇത് ചീര ഉണക്കാൻ വെച്ചിട്ട് 4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ 4 ദിവസത്തെ കൊണ്ട് എങ്ങനെ ഉണങ്ങിയുള്ള നമുക്ക് കാണാം. കണ്ടില്ലേ, ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിയിൽ വിത്ത് വീണെടുക്കുന്നുണ്ട്, കാണുന്നുണ്ടാവുന്ന നമ്മളെ ഇല കണ്ടി നല്ല ഉണങ്ങി പരുവായിട്ടുണ്ട്. നമ്മൾ ഉണക്കാൻ വെക്കണമെന്ന് ഇങ്ങനെയൊന്നുമില്ല. ഉണക്കാൻ വെക്കണം നല്ല ഇലയൊക്കെ ഉഷാറായി നിന്നീന്. അതുപോലെ തണ്ടൊക്കെ നല്ല ചോത്ത്, പൂവും തന്നെ നല്ല ചുവപ്പ് പൂവായിരുന്നു. ഇപ്പോൾ ഫുള്ള് പൂവൊക്കെ മഞ്ഞ നിറമായി ഉണങ്ങിയിട്ടുണ്ട്. കണ്ടാ, വിത്ത് ഇങ്ങനെ വരണണ്ട. ഏകദേശം ഇപ്പോൾ കുറച്ച് വിത്ത് അടിയിൽ കിടക്കുന്നുണ്ട്. ബാക്കി വിത്ത് ഇതിലുണ്ട്. അതിനിങ്ങനെ നമ്മൾ ഒഴിപോലെ വെച്ച് തിരുമ്പി കൊടുത്താൽ കിട്ടും. ഓക്കെ, കണ്ടാ അങ്ങനെ തിരുമ്പി പതുക്കെ ഇങ്ങനെ കുറച്ച് മെനക്കെട്ട പരിപാടി ഒന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ വെറുതെ കൈക്കട്ട് തിരുമ്പി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ ഇങ്ങനെ വരും. ഇപ്പോൾ കണ്ടില്ല, എത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് വിത്തെടുക്കുക എന്നുള്ളത്. വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല. നമ്മൾ അതുപോലെ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയെടുത്ത വിത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിത്താണിത്, കാണുന്നുണ്ടല്ലോ. ഏകദേശം 2 ബോട്ടിലുണ്ട്. ഓക്കെ, 2 ബോട്ടിൽ 3 ബോട്ടിലുണ്ടായിരുന്നു. ഒരു ബോട്ടിൽ നമ്മൾ ഇപ്രാവശ്യം ചീരക്കിട്ട് നമ്മൾ ചീര ഫുള്ള് എടുത്തുണ്ടാക്കി വിറ്റ്. ഇനി അടുത്ത 2 ബോട്ടിൽ നമ്മൾ അടുത്ത കൊല്ലം ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ചീര മൂത്ത് എടുക്കുകയാണ്. പിന്നെ പൂവൊക്കെ വന്ന് മൂത്തുകളുണ്ടെങ്കിൽ ഒഴിവാക്കണ്ട, നേരെ ഇങ്ങനെ ഉണക്കുക. രാത്രി ടൈമിൽ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിത്തെടുക്കുക. അപ്പോൾ സിമ്പിൾ പരിപാടി. കടയിൽ നിന്നൊന്നും വിത്ത് അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല. ഇത് ബ്ലാത്താങ്കര ചീരയാണ്, ഇത് റെഡ് റോസാണ്. രണ്ടിന് പ്രത്യേകത വെച്ചാൽ ഇത് കുറച്ച് ശിഖരങ്ങൾ കുറച്ച് കൂടും. കണ്ടാ, ബ്ലാത്താങ്കരക്ക് അത്ര അങ്ങനെ ശിഖരങ്ങൾ ഉണ്ടാവില്ല. ബ്ലാത്താങ്കര കുറച്ച് നീണ്ട ടൈപ്പാണ്. പിന്നെ അലിയും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് റോസ് തണ്ട് ചുവപ്പല്ല, അതൊരു വെറൈറ്റി ഇതാണ്. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് ഷോർട്സ് രൂപത്തിലാണ് നമ്മുടെ ചാനൽ വീഡിയോസ് ഉണ്ട്. അത് കാണാത്തവർ കയറി കണ്ടാളി. പിന്നെ ഇങ്ങനെ നമ്മൾ വിത്ത് ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റുള്ള കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 കൊല്ലം വരെ നിൽക്കുന്നതാണ്. എൻ്റെ വിത്ത് ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 കൊല്ലം നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള കുപ്പി ആവണമെന്നുള്ളൂ. നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഉള്ളിൽ കുപ്പിയിൽ വെച്ചാൽ 2 കൊല്ലം വരെ നിൽക്കുന്നതാണ്. അപ്പം അത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇതുപോലത്തെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യൽ. പിന്നെ ഈ വീഡിയോക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. കമൻറ്റ് ബോക്സ് ഓണാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത സീസണിൽ നമ്മൾ കൃഷിയുമായി വരും. ഓക്കെ.